നമസ്കാരം. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ തരണേ. ഇന്ന് സത്യം പറഞ്ഞാൽ ആരിനില്ലാത്തതിൻ്റെ ഒരു ശൂന്യത എന്ന് പറഞ്ഞാൽ അതിഭയങ്കര ഒരു ശൂന്യതയാണ്. നമുക്ക് ഒരു രസവുമില്ല. ആരിനുണ്ടായിരുന്ന എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞ് എല്ലാവരെയും ഒന്ന് ചാർജ് ചെയ്ത് നിർത്തിയേനെ. പക്ഷേ ഇന്ന് അതിൻ്റെ ഗുണമാണ് സത്യം പറഞ്ഞാൽ അയാളെ എയർപോർട്ടിലുള്ള അയാളുടെ സ്വീകരണവും ചെണ്ടുകൊട്ടും ആൾക്കാരെ ഇത്രയും പേര് വന്ന് സത്യം പറഞ്ഞാൽ വേറൊരാളും വന്നപ്പോൾ ഇതുപോലെ നമ്മൾ ആളെ കണ്ടില്ല അല്ലേ. പേരിന് കുറച്ച് പേര് വന്നു എന്നല്ലാതെ പക്ഷേ ആര്യനെ പൊതിഞ്ഞ ആളായിരുന്നു. നല്ല ഇപ്പം സത്യം പറഞ്ഞാൽ ആര്യൻ പോയി കഴിഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞ ആര്യനെ ചീത്ത പറഞ്ഞത് പോലും തിരിച്ചു പറയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെയാണ് നമ്മുടെ ലൈവ് കണ്ട ആളത്തെ അവസ്ഥ. പ്രത്യേകിച്ച് ഒന്നുമില്ല. അതായത് ഇന്ന് ബിഗ് ബോസ് വിളിച്ചിട്ട് നോമിനേഷന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സിന് മുമ്പേ പറഞ്ഞു ഏറ്റവും കൂടുതൽ നോമിനേഷനിൽ വന്നിരിക്കുന്ന അനുമോളും നെവിനുമാണ്. അവർ പൊതുജനങ്ങൾക്ക് പ്രേക്ഷകർക്ക് നന്ദി പറയണമെന്ന് പറഞ്ഞു. എന്നിട്ട് അവർക്ക് 25 മുട്ട സമ്മാനവും കൊടുത്തു. അതുപോലെ ഏറ്റവും കുറവ് വന്നിരിക്കുന്നത് അനീഷാണ്. അനീഷിന് 5 ലിറ്റർ പാലും കൊടുത്തു. അവർ ഇൻമേറ്റ്സിനാണ് ഏറ്റവും കുറവ് നോമിനേഷനിൽ വന്നതിന് ഇൻമേറ്റ്സിനാണ് നന്ദി പറയേണ്ടത്. ഇതൊക്കെ സംഭവിച്ചുള്ളൂ. പിന്നെ വലിയൊരു ടിഷ് നടന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവസാനത്തെ 2 ആഴ്ചയാണ് എല്ലാവരും നോമിനേഷൻ 100 ഒഴിച്ച് ബാക്കി എല്ലാവരും നോമിനേഷനിലാണ് ബിഗ് ബോസ് അങ്ങ് പറയുകയാണ്. അപ്പോൾ ഈ നെവിനെയും അക്ബറിനെയും നോമിനേറ്റ് ചെയ്യാൻ ഇരുന്നവരെല്ലാം ബ്ലിങ്കിപ്പോയി. പക്ഷേ എല്ലാവരും കൈ അടിച്ചാൽ അങ്ങനെ വേണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്നാലും അതൊരു വലിയ എല്ലാവരും ഈ പറഞ്ഞാൽ ഇവരെ രണ്ടുപേരും കൂടെ വലിച്ചു കീറി കൊടുക്കാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷേങ്കിൽ അതിനുള്ള അവസരം കൊടുത്തില്ല ബിഗ് ബോസ്. പക്ഷേ അവസരം കൊടുക്കണമായിരുന്നു. എല്ലാവരെ കൊണ്ടും പറയിപ്പിച്ചിട്ട് വേണമായിരുന്നു എല്ലാവരും നോമിനേഷനിൽ വരുമെന്ന് പറയാനായിട്ട്. പക്ഷേ അത് ബിഗ് ബോസ് ചെയ്തില്ല. അത് ഇച്ചിരി കോമഡി ആയിപ്പോലും. പക്ഷേ അത് ബിഗ് ബോസ് കാണിച്ചില്ല. എന്തായാലും കൊള്ളാം. ഷാനവാസ് പറയുന്നത് നമുക്ക് അടുത്ത പ്രാവശ്യം ചെയ്യാം. അടുത്ത പ്രാവശ്യത്തേക്ക് ഇത് കഴിഞ്ഞു പോകും. ഇനിയിപ്പം എല്ലാവരും നോമിനേഷനിലായിരിക്കും. പിന്നെ എവിടെ പോലും ചെയ്യുന്ന കാര്യം ഷാനവാസ് പറയുന്നത് എനിക്കറിയില്ല. എനിക്കൊന്ന് പുള്ളി ആശുപത്രിയിലൊക്കെ പോയിട്ട് പോകുന്നപ്പോഴത്തേക്ക് ഉള്ള കിളി പോയൊരവസ്ഥയാണെന്ന് തോന്നുന്നു. പിന്നെ ആദിലയും നൂറയും അനുമോളും എല്ലാം കൂടെ ഫൈനൽ 5 വരുന്നവരുടെ ലിസ്റ്റ് എടുക്കുന്നു. നൂറായിക്ക് ഇനി വോട്ട് വേണ്ടതുകൊണ്ട് അത് മുഴുവൻ ആദിലേക്ക് പോയി കിട്ടും. ആദില അതുകൊണ്ട് ഫൈനൽ 5 വരുമെന്ന് പറയുന്നു. സംഭവം വരുമെന്ന് പറയുന്നു. എന്തായാലും അക്ബറിനെയും നെവിനെയും അക്ബർ വരുമെന്ന് പറയുന്നുണ്ട്. നെവിനെ അവർ കൂട്ടിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ അനുമോള് കിച്ചണിലോട്ട് പോകുമ്പം ഈ പറഞ്ഞ പോലെ നൂറയും ആദിലയും കൂടി ഇരുന്ന് ഈ പറഞ്ഞ പോലെ അക്ബറിൻ്റെ മോശം സ്വഭാവത്തെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നു. നെവിൻ്റെ വൃത്തികേടിനെക്കുറിച്ച്. അതായത് നെവിൻ ഒരാൾ ചത്താലും പുറത്തു പോയാൽ മതിയെന്ന ചിന്താഗതിക്കാരനാണ് നെവിൻ എന്നൊക്കെ പറയുന്നു. നെവിൻ അങ്ങനെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒരാൾ പുറത്തു പോയാൽ അത്രയും കോമ്പറ്റീഷൻ കുറയത്തില്ലേ എന്ന് പറയുന്നു. എല്ലാവരും ഓരോരുത്തരും പുറത്തു പോകുമ്പോൾ ഇന്നിപ്പോൾ സാബുവും പല പ്രാവശ്യം പറഞ്ഞു ആര്യനില്ലാത്തതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ ഇതാണ്. ആര്യനില്ലാത്തതുകൊണ്ട് സാബുവും പല പ്രാവശ്യം പറയുന്നത് കേട്ടു. എനിക്ക് ധൈര്യമാണ് അവനില്ലാത്തതുകൊണ്ടല്ലേ. അവൻ നല്ല കോമ്പറ്റീറ്റർ ആയിരുന്നു. പക്ഷേ എങ്കിൽ അവനില്ലാത്തതുകൊണ്ട് അവർക്ക് നല്ലതാണെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉള്ളൂ. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ഇന്ന് ബിഗ് ബോസ് കണ്ടാൽ ഒന്നുമില്ല. നമുക്കിരുന്ന് ഉറങ്ങിയാൽ മതി. ഒരു കാര്യവും ഇന്നില്ല. സത്യം പറഞ്ഞാൽ ഒരു ഗെയിമും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് രസം. എന്തെങ്കിലും ഗെയിമെങ്കിലും കൊടുക്കണ്ടേ ബിഗ് ബോസ്? അതുപോലും ഇല്ല. പക്ഷേ ആര്യൻ്റെ ആ ഒരു വരവ് നല്ല വരവ് തന്നെയായിരുന്നു. ഇത്രയും ആൾ കൂടിയ അല്ലെങ്കിൽ ചണ്ടുകൂട്ടുമൊക്കെയുള്ള വരവ് അദ്ദേഹത്തെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പോൾ.